വെറും 12 ദിവസം കൊണ്ട് ഫലം കണ്ട മിന്നൽ നീക്കം. 54 വർഷം നീണ്ട അസദ് കുടുംബത്തിന്റെ ഭരണകൂടത്തിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ് സിറിയൻ വിമത ഗ്രൂപ്പ്. തീവ്രവാദ ഗ്രൂപ്പ് എന്ന് അമേരിക്ക ചാപ്പകുത്തിയ HTS ആണ് സിറിയയുടെ തലവര മാറ്റിയത്. സിറിയൻ ഭരണം അട്ടിമറിക്കാനുള്ള നീക്കം ഒരു കൂട്ടായ തീരുമാനത്തിന്റെ ഫലമായിരുന്നു. അതിൽ മുൻനിരയിലെ പ്രധാനികളാണ് അമേരിക്കയും ഇസ്രയേലും, ഒപ്പം റഷ്യയ്ക്കും ഇറാനുമെതിരെയുള്ള അമേരിക്കയുടെ ചെക്ക്. എന്നാൽ പടിഞ്ഞാറൻ ഏഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ അത്ര ഹാപ്പിയല്ല. കശ്മീർ വിഷയത്തിൽ വിദേശ വേദികളിൽ പോലും ഇന്ത്യക്കൊപ്പം നിലകൊണ്ട സുഹൃത്ത് സ്ഥാനഭ്രഷ്ടനായിരിക്കുന്നു. എന്താണ് സിറിയയിൽ സംഭവിച്ചത്? സിറിയയുടെ ഭാവി എന്ത്? പരിശോധിക്കും. നവംബർ 27 ആരംഭിച്ച മിന്നൽ നീക്കം വെറും 3 ദിവസം കൊണ്ടാണ് ഹയാത്ത് തഹ്രീൻ അൽ-ഷാമും സഖ്യവും അലപ്പോ പിടിച്ചെടുത്തത്. സിറിയയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ പ്രദേശമാണ് അലപ്പോ. HTS സഖ്യത്തിന്റെ നീക്കം തടയാൻ റഷ്യൻ യുദ്ധവിമാനങ്ങൾ പറന്നെത്തിയെങ്കിലും സഖ്യം മുന്നേറ്റം തുടരുകയായിരുന്നു. തങ്ങളുടെ ലക്ഷ്യം ഡമാസ്കസ് ആണെന്ന് പ്രഖ്യാപിച്ച സേന ഹമ ഹോംസ് വഴി തലസ്ഥാനത്തേക്ക് നീങ്ങി. ഡിസംബർ 8 പുലർച്ചെ ഡമാസ്കസിൽ നിന്നും HTSന്റെ തലവൻ ജുലാനി രാജ്യം പിടിച്ചെടുത്തതായി പ്രഖ്യാപിച്ചു. ജുലാനി അമേരിക്ക മുമ്പ് തലയ്ക്ക് $10 മില്യൺ വിലയിട്ട കൊടും ഭീകരൻ. മിതവാദിയുടെ പ്രതിച്ഛായയിലാണ് ലോകം ഇന്ന് അയാളെ നോക്കിക്കാണുന്നതെങ്കിലും അയാളുടെ അൽ-ഖായ്ദ പശ്ചാത്തലം അങ്ങനെ വിസ്മരിക്കാൻ കഴിയില്ല. ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പ്രസിഡന്റ് ബാഷർ അൽ അസദും കുടുംബവും റഷ്യയിൽ രാഷ്ട്രീയ അഭയം നേടി. അസദിന്റെ കുപ്രസിദ്ധമായ ജയിൽ പിടിച്ചെടുത്ത സേന തടവുകാരെ മോചിപ്പിച്ചു. പിന്നാലെ പ്രസിഡന്റിന്റെ വസതിയിലെത്തിയ സേന കൊട്ടാരം കൊള്ളയടിച്ചു. സിറിയയിലെ ഭരണമാറ്റം ജനങ്ങൾ തെരുവിൽ ആഘോഷമാക്കി. ജയിൽ മോചിതരായ തടവുകാർ അസദ് വീണു എന്ന വാർത്ത കേട്ടതും സന്തോഷത്താൽ പൊട്ടിച്ചിരിച്ചു. അസദ് ഭരണകാലത്ത് ജനങ്ങൾ ഇത്രയും അസംതൃപ്തരായിരുന്നു. അങ്ങനെയെങ്കിൽ അതിനുള്ള കാരണം എന്തായിരിക്കും? സിറിയ കേരളത്തേക്കാൾ കുറവ് ജനസംഖ്യയുള്ള ഒരു പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യം. സമ്പന്നമായ സാംസ്കാരിക പൈതൃകങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിലൊന്ന്. പക്ഷേ കടുത്ത ദാരിദ്ര്യവും സാമ്പത്തിക പ്രതിസന്ധിയും കൊണ്ട് അങ്ങേയറ്റം ദുരിതപൂർണമാണ് സിറിയൻ ജനതയുടെ ജീവിതം. 2022 UN റിപ്പോർട്ട് അനുസരിച്ച് 90% ജനങ്ങളും ദാരിദ്ര്യത്തിന്റെ പിടിയിലാണ്. ആഭ്യന്തര യുദ്ധം രാജ്യത്തെ ആകെ തകർത്തിരുന്നു. അസദ് ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ തീർത്തും അസ്വസ്ഥരായിരുന്നു സിറിയൻ ജനത. ഇനി അല്പം ചരിത്രമാകാം. 1970 ഒരു അട്ടിമറിയിലൂടെയാണ് ഹഫീസ് അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സിറിയയിൽ അധികാരത്തിലെത്തുന്നത്. പിന്നീട് അങ്ങോട്ട് 3 പതിറ്റാണ്ട് കാലം ഹഫീസിന്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെതായിരുന്നു. തനിക്കെതിരെ ഉയർന്ന വിമത സ്വരങ്ങളെ ജയിലിലടച്ചും കൊല ചെയ്തും നിശബ്ദമാക്കി. 2000 ഹഫീസിന്റെ മരണത്തിന് പിന്നാലെയാണ് മകൻ അസദ് സിറിയയുടെ പ്രസിഡന്റ് ആകുന്നത്. ലണ്ടനിൽ ഡോക്ടർ ആയിരുന്ന അസദ് മൂത്ത ചേട്ടന്റെ മരണത്തിനു പിന്നാലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതനാവുകയാണ്. അങ്ങനെ 34-ാം വയസ്സിൽ അസദ് സിറിയയുടെ പ്രസിഡന്റായി. പ്രസിഡന്റ് ആയതിനു തൊട്ടു പിന്നാലെ അദ്ദേഹം തടവിലായിരുന്ന 600 രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിച്ചു. തങ്ങളുടെ പുതിയ പ്രസിഡന്റ് വ്യത്യസ്തനാണെന്ന് ജനം അനുമാനിച്ചു. സിറിയക്കാർ തങ്ങളുടെ പുതിയ നേതാവിൽ പ്രതീക്ഷയർപ്പിച്ചു. പക്ഷേ അസദും പിതാവിന്റെ ഭരണരീതി തന്നെ പിന്തുടരുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത്. അങ്ങനെ ഇരിക്കെയാണ് 2011 മധ്യപൂർവേഷ്യയിൽ തിരിയിട്ട അറബ് വസന്തം സിറിയയിലും ചലനങ്ങൾ ഉണ്ടാക്കുന്നത്. ജനാധിപത്യദാഹവുമായി സമാധാനപരമായി തെരുവിലിറങ്ങിയ ജനതയെ അസദിന്റെ പട്ടാളം നേരിട്ടത് അതിക്രൂരമായിട്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് സിറിയയിൽ ആഭ്യന്തര യുദ്ധങ്ങളുടെ കാലമായിരുന്നു. 6 ദശലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. 12 ലക്ഷത്തിലധികം പേർ പലായനം ചെയ്തു. വിദ്യാർത്ഥികളും മുതിർന്നവരും അടക്കം നിരവധി പേർ അറസ്റ്റിലായി. പിന്നീട് 2022 റഷ്യയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിലൂടെ രാജ്യത്ത് സമാധാനം പതിയെ വീണ്ടെടുത്തു വരുന്നതിനിടയിലാണ് വീണ്ടും ഒരു ഭരണ അട്ടിമറി. സിറിയയിലെ ഭരണ അട്ടിമറി വെറും ആഭ്യന്തര സംഘർഷത്തിൽ മാത്രം ഒതുക്കി നിർത്താനാവില്ല. ലോകരാജ്യങ്ങൾ വളരെ താല്പര്യത്തോടെയും ആശങ്കയോടെയുമാണ് ഇതിനെ നോക്കിക്കാണുന്നത്. 91 അവസാനത്തോടെ ശീതയുദ്ധം അവസാനിച്ചു എന്ന് നമ്മൾ ചരിത്ര ക്ലാസുകളിൽ വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം. അസദ് കുടുംബത്തിന്റെ ഏറ്റവും അടുത്ത രക്ഷകരും സുഹൃത്തുക്കളുമായിരുന്നു റഷ്യയും ഇറാനും, ഒപ്പം ഇറാന്റെ പ്രോക്സികളും. സ്വാഭാവികമായും എതിർവശത്താരാണെന്ന് ഊഹിക്കാവുന്നതല്ലേ. പ്രധാന കക്ഷികൾ മറ്റാരുമല്ല, അമേരിക്കയും ഇസ്രയേലും തന്നെ. സിറിയയിൽ ഭരണ അട്ടിമറി നടന്നപ്പോൾ അത് സ്വാഗതം ചെയ്ത അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ സംഭാവനകൾ നിരത്തുവാനും തീർത്തും ഉത്സാഹം കാണിച്ചവരാണ്. എങ്ങനെയായിരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇടപെടൽ എന്നല്ലേ? അതിൽ ആദ്യത്തേത് സാമ്പത്തിക ഉപരോധമായിരുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ സിറിയയെ തീർത്തും ഒറ്റപ്പെടുത്തിക്കൊണ്ട് തുടക്കം. രാജ്യത്ത് ലഭ്യമാക്കേണ്ട അവശ്യ സാധനങ്ങൾ വിലക്കി. രണ്ടാമത്തെ നീക്കം തീർന്നില്ല. അസദ് ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്ന വിമത ഗ്രൂപ്പുകൾക്ക് ഫണ്ടും ആയുധങ്ങളും നൽകിക്കൊണ്ട് അസദ് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി.
കേവലം സിറിയയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയായ ഇബ്ലിബിൽ മാത്രം സ്വാധീനമുണ്ടായിരുന്ന HTS രാജ്യ തലസ്ഥാനമായ ഡമാസ്കസ് വരെ എത്തിയതിനു പിന്നിലും CIA സ്വാധീനമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അൽ-ഖ്വയ്ദ നേതാവായിരുന്ന അബു മുഹമ്മദ് അൽ ജുലാനിയുടെ വളർച്ചയിലും അമേരിക്ക വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ HTSും അമേരിക്കയും സമദൂരമാണെങ്കിലും ഉള്ളറകളിൽ പക്ഷേ അങ്ങനെയല്ല. HTSന്റെ തലവൻ അൽ ജുലാനി അൽ-ഖ്വയ്ദയുടെ ഭാഗമായിരുന്നു. സിറിയൻ മണ്ണിലെ അൽ-ഖ്വയ്ദയുടെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചയാണ്. ആദ്യകാലത്ത് സംഘടന അറിയപ്പെട്ടിരുന്നത് അൽ നുസ്ര ഫ്രണ്ട് എന്നായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അൽ-ഖ്വയ്ദ സംഘടനയാണ് ഇതെന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് പല സംഘടനകളുമായി ലയിച്ച് അതിന് ഇന്നത്തെ രൂപമാണ് HTS. അൽ-ഖ്വയ്ദ ആശയം ഉപേക്ഷിച്ചു എന്ന് സ്വയം അവകാശപ്പെടുന്ന ജുലാനിക്ക് ഇന്നൊരു മിതവാദിയുടെ പരിവേഷമാണ്. അമേരിക്കൻ രേഖകളിൽ HTS ഇന്നും ഭീകര സംഘടന തന്നെ. സംഘടനയുടെ പേര് മാറ്റിയാലും അതിന്റെ മാതൃസംഘടന പഴയ അൽ-ഖ്വയ്ദ തന്നെയല്ലേ എന്നായിരുന്നു അമേരിക്കയുടെ വിശദീകരണം. അമേരിക്കയുടെ സമദൂര സിദ്ധാന്തം. അമേരിക്കയുടെ സിറിയയിലെ നീക്കങ്ങളെ കുറിച്ച് ഒരുപക്ഷെ ആദ്യം പുറത്തുവിടുന്നത് വിക്കിലീക്സ് ആണ്. 2012 അമേരിക്കയുടെ നിലവിലെ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സുള്ളിവൻ ഹിലരി ക്ലിന്റന് ഒരു ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു. സിറിയയിലെ അൽ-ഖ്വയ്ദ അമേരിക്കയ്ക്കൊപ്പമെന്നായിരുന്നു മെയിലിന്റെ ഉള്ളടക്കം. വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കയുടെ സിറിയ അൽ-ഖ്വയ്ദ ബന്ധം ഉടലെടുത്തിരുന്നു എന്ന് ചുരുക്കം. സിറിയയിലെ ഈ ഗ്രൂപ്പുകൾക്ക് വേണ്ടി CIA പ്രതിവർഷം $1 ബില്യൺ വരെ നൽകിയിരുന്നുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് 2015 റിപ്പോർട്ട് ചെയ്തിരുന്നു. തീവ്രവാദിയായ ജുലാനിക്ക് മിതവാദി പരിവേഷം നൽകുന്നതിൽ പടിഞ്ഞാറൻ മേഖലയിലെ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 2021 US സ്റ്റേറ്റ് മീഡിയ ജുലാനിയുമൊത്തുള്ള ഒരു അഭിമുഖം പുറത്തിറക്കിയിരുന്നു. പരമ്പരാഗത വേഷവിധാനങ്ങൾ ഒഴിവാക്കി വെസ്റ്റേൺ സ്യൂട്ടിലാണ് അദ്ദേഹം അന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. സിറിയയിലെ ഭരണാട്ടിമറിയിൽ അമേരിക്കയ്ക്കും പങ്കുണ്ടെന്ന് പ്രസിഡന്റ് ബൈഡനും അവകാശപ്പെടുന്നു. HTSന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ബൈഡൻ നൽകിയ വാർത്താ സമ്മേളനത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്ക കഴിഞ്ഞാൽ ഇസ്രയേലാണ് HTSന്റെ മറ്റൊരു പ്രധാന സഹായി. ഇസ്രയേലിന്റെ ഇറാൻ, ഹിസ്ബുള്ള തുടങ്ങിയവർക്കെതിരായ ആക്രമണം അസദ് ഭരണകൂടത്തെ താഴെയിറക്കുന്നതിൽ നിർണായകമായി എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. സിറിയയിലെ വിമത ഗ്രൂപ്പുകൾക്ക് അവശ്യ സമയങ്ങളിൽ വൈദ്യസഹായം ഉറപ്പാക്കുന്നതിലും ആയുധങ്ങൾ നൽകിയും ഇസ്രയേലും HTSന്റെ ഒപ്പമുണ്ടായിരുന്നു. അമേരിക്കയുടെ വർഷങ്ങളായുള്ള നീക്കത്തിന് എന്നും വിലങ്ങുതടിയായിരുന്നത് റഷ്യയും ഇറാനും ഇറാന്റെ പ്രോക്സികളുമായിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധവും ഇറാനെതിരെയുള്ള ഇസ്രയേലിന്റെ അടിക്കടിയുള്ള ആക്രമണവും കൊണ്ട് ഇരു കൂട്ടരുടെയും ശ്രദ്ധ അങ്ങോട്ടായിരുന്നു. അസദ് ഭരണകൂടത്തെ സംരക്ഷിക്കുവാൻ പുടിനു സാധിച്ചില്ല. സിറിയയിലെ ഭരണമാറ്റം അല്പം ആശങ്കയോടെയാണ് റഷ്യ നോക്കിക്കാണുന്നത്. മേഖലയിൽ അമേരിക്കൻ സ്വാധീനം വർദ്ധിക്കുന്നത് റഷ്യയ്ക്കും തലവേദന തന്നെയാണ്. റഷ്യയുടെ 2 സൈനിക താവളങ്ങളാണ് സിറിയയിലുള്ളത്. ആഫ്രിക്കയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും റഷ്യയെ ബന്ധിപ്പിക്കുന്ന ഔട്ട് പോസ്റ്റുകളാണ് ഇത് രണ്ടും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്. അതേസമയം സിറിയയിലെ സംഭവവികാസങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. സിറിയയിലെ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുവാനുള്ള നടപടികൾ തുടരുന്നുണ്ട്. രാജ്യവിടാൻ താല്പര്യമുള്ള എല്ലാ പ്രവാസികളും ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഉയരുന്ന സംഘർഷങ്ങളിൽ ഇന്ത്യയും അത്ര ഹാപ്പിയല്ല. ജനങ്ങളുടെ സുരക്ഷയും ജീവിതവും തന്നെയാണ് അതിലൊന്നാമത്. സിറിയൻ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങളെയും അഭിലാഷങ്ങളെയും മാനിക്കുന്ന സമാധാനപരമായ രാഷ്ട്രീയ പ്രക്രിയ ആവശ്യമാണെന്നും ഇന്ത്യ പറഞ്ഞു. കാലങ്ങളായി സിറിയയുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു ഇന്ത്യ. കശ്മീർ വിഷയത്തിൽ ഓർഗനൈസേഷൻ ഇസ്ലാമിക് കോർപ്പറേഷൻ അടക്കം പ്രതിരോധത്തിലാക്കിയപ്പോഴും ഇന്ത്യക്കൊപ്പം നിലകൊണ്ടിരുന്ന മുസ്ലിം രാജ്യമായിരുന്നു സിറിയ. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകവേദികളിലടക്കം ഇന്ത്യക്കൊപ്പം നിലകൊണ്ട സുഹൃത്ത്. മാത്രമല്ല, സിറിയയിലെ ഓയിൽ ഫീൽഡിലടക്കം ഇന്ത്യ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഒപ്പം രാജ്യത്തെ കാർഷിക മേഖലയിലും അടിസ്ഥാന വികസനത്തിനും വ്യവസായ മേഖലകളിലുമൊക്കെയായി $240 മില്യൺ സിറിയയ്ക്ക് ഇന്ത്യ നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷം സിറിയയിലെ ഭൂകമ്പത്തിന് പിന്നാലെ മരുന്നും ഭക്ഷണവും അടക്കമുള്ള അവശ്യ സാധനങ്ങൾ നൽകിക്കൊണ്ട് സിറിയയ്ക്കൊപ്പം നിലകൊണ്ട് ഇന്ത്യ. മാത്രമല്ല, സിറിയയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ISIS ഉൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്വാധീനം മേഖലയിൽ വർദ്ധിക്കുന്നതിൽ ഇന്ത്യയും ആശങ്കയിലാണ്. റഷ്യയുടെ പിന്തുണയോടെ ഇത്തരം ഗ്രൂപ്പുകളെ ചെറുക്കുന്നതിൽ അസദിന്റെ സർക്കാർ പ്രധാന പങ്കുവഹിച്ചിരുന്നു. സിറിയയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വിഘടനവാദികൾക്കും വളരാനുള്ള വിളനിലമായി മാറുമോ എന്ന ആശങ്ക ഇന്ത്യക്കുണ്ട്. സിറിയയുടെ ഭാവി എന്ന് മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറുമോ സിറിയ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സിറിയയുടെ തലസ്ഥാനം HTSന്റെ കൈവശമാണെങ്കിലും സിറിയയുടെ മുഴുവൻ പ്രദേശവും പക്ഷേ ഇക്കൂട്ടർക്കൊപ്പമല്ല. നിലവിൽ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖല മാത്രമാണ് പുതിയ ഗവൺമെന്റിന്റെ അധികാര പരിധിയിലുള്ളത്. വടക്ക് കിഴക്കൻ സിറിയയിലെ പ്രധാന പവർ ബ്രോക്കർ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് അഥവാ SDF ആണ്. 2015 ഒക്ടോബറിൽ US പിന്തുണയോടെ രൂപീകരിച്ച സംഘടനയാണിത്. കുർദ് സേനയ്ക്കൊപ്പം പ്രദേശത്ത് അമേരിക്ക സേന ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇവിടം ഉപേക്ഷിച്ചു പോകാൻ തൽക്കാലം അമേരിക്കയ്ക്ക് താല്പര്യമില്ല. സിറിയയിലെ പ്രധാന ഓയിൽ ഫീൽഡ് ലൊക്കേറ്റ് ചെയ്യുന്ന മേഖലയാണ് SDFന് കീഴിലുള്ള സിറിയയുടെ ഈ പ്രദേശം. അതുതന്നെയാണ് അമേരിക്കയുടെ താല്പര്യവും.
പ്രസിഡന്റായിരിക്കെ ഡൊണാൾഡ് ട്രംപ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. സിറിയയിലെ ഓയിൽ ശേഖരത്തിൽ തന്നെയാണ് തങ്ങളുടെ താല്പര്യമെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സിറിയയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഗോലൻ കുന്നുകൾ. സിറിയയ്ക്കും ഇസ്രയേലിനും ഇടയിലെ ബഫർ സോണാണിത്. നിലവിലെ അനുകൂല സാഹചര്യം പരിഗണിച്ച് ഇസ്രയേൽ തങ്ങളുടെ സൈന്യത്തെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. 1967 മുതൽ ഇസ്രയേൽ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരുന്ന സിറിയയുടെ ഭാഗമായിരുന്നു ഗോലൻ കുന്നുകൾ. പ്രദേശത്തെ ചൊല്ലിയുള്ള ഇരു രാജ്യങ്ങളുടെയും തർക്കങ്ങൾക്ക് പിന്നാലെ 1974 ഒരു കരാറിൽ എത്തിച്ചേരുകയുണ്ടായി. ഗോലൻ കുന്നുകളെ ബഫർ സോണാക്കി പ്രഖ്യാപിക്കുകയും അടുത്ത 50 വർഷത്തേക്ക് ഇസ്രയേൽ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കരുതെന്നും കരാറിൽ പറയുന്നു. അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഗോലൻ ഹൈറ്റ്സ് നിലവിൽ സിറിയയുടേതാണ്. എന്നാൽ ഇപ്പോൾ ബഫർ സോണും കടന്ന് സിറിയയുടെ കൂടുതൽ മേഖലയിലേക്ക് ഇസ്രായേൽ സേന പതിയെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ, ഇറാഖ്, ലെബനനിൽ നിന്നും ഇസ്രായേലിന് സംരക്ഷണം നൽകുന്ന നിർണായക ഭൂപ്രദേശമാണ് സിറിയ. തീർന്നില്ല, സിറിയയിൽ പലയിടങ്ങളിലായി അവകാശം ഉന്നയിച്ചുകൊണ്ട് ISIS, സിറിയൻ ഓപ്പോസിഷൻ ഫൈറ്റർ, മറ്റ് സിറിയൻ റിബൽ ഫോഴ്സ്, അങ്ങനെ ഇനിയും ചില കൂട്ടരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സിറിയയുടെ ഓരോ പ്രദേശങ്ങളും കുറെ പേരുടെ പോക്കറ്റിലാണ്. ആഭ്യന്തര യുദ്ധങ്ങൾക്കൊപ്പം അസദ് ഭരണകാലത്ത് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കടുത്ത ഉപരോധങ്ങളായിരുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങൾ രാജ്യത്ത് ഏർപ്പെടുത്തിയ ഉപരോധം സാമ്പത്തിക മേഖലയെ താറുമാറാക്കി. സിറിയയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായങ്ങളെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ തടഞ്ഞു. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ എണ്ണമോഷണം തടയുവാനും സർക്കാരിന് കഴിഞ്ഞില്ല. പിന്നാലെ വന്ന കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി മറ്റൊരു വശത്ത്. എല്ലാം കൊണ്ടും അസദിന് കഷ്ടകാലമായിരുന്നു. HTSന്റെ കരങ്ങളിൽ സിറിയയുടെ ഭാവി സുരക്ഷിതമോ അല്ലയോ എന്ന് ഭാവിയിൽ അറിയാം. മറ്റൊരു ലിബിയയും ഇറാഖുമാണോ സിറിയയും കാത്തിരിക്കുന്നതെന്ന് അനുമാനിക്കാറായിട്ടില്ല.